ഹായ്, വെൽക്കം ബാക്ക് ടു ഷിൽവീസ് വണ്ടർ വേൾഡ്. കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു ക്രോഷേ വീഡിയോ വരികയാണ്. അപ്പം ഇത് ഇയർപോഡ് പൗച്ചാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് 2 പോർഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം ഇല്ലെങ്കിൽ അതൊരു ലെങ്തി വീഡിയോ ആയിട്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കെന്ത് ചെയ്യാം, അത് 2 പോർഷനായിട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു പോർഷൻ ചെയ്യാം, പിന്നെ അതിൻ്റെ 2 പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾക്ക് ഇയർപോഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കളർ യാൺ എടുത്തിട്ടുണ്ട്. ഒരു നീഡിലുണ്ട്, അതിപ്പോൾ തന്നെ കാണിക്കുകയാണ്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ് ആ സൂചി. പിന്നെ ഒരു സിസേഴ്സ്, നമ്മുടെ ഹുക്ക് ഇത് 3.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാൻ 2 കളേഴ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സ് കൂട്ടാം. കാരണം ഇതിലൊരു 3 കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം 3 റൗണ്ട് ഉണ്ട്. അപ്പം വേണമെങ്കിൽ ഓരോ റൗണ്ടിൽ ഓരോ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് യാൺ അധികം എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം പിന്നെ നമ്മളത് എടുക്കാൻ നിൽക്കുമ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് യാൺ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വിട്ടിട്ട് നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കാം. ഇതാ ഇങ്ങനെ വിരലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇപ്പുറത്തേക്ക് പിടിക്കാം. എന്നിട്ട് ഈ യാൺ എടുത്ത് ആ ഫസ്റ്റ് ഇട്ട യാണിൻ്റെ മുകളിലൂടെ ഇട്ടതിന് ശേഷം ഇതിങ്ങോട്ട് വലിക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹുക്ക് അതിലേക്ക് കടത്തിയിട്ട് ഇപ്പോൾ ദാ നമ്മളെ വിരലിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു റിങ്ങായി മാറിയില്ലേ. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. 1 2 and 3 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇതിവിടെ നിന്ന് മാറ്റി വയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷേറ്റ്. നമ്മൾ ഈ 3 ചെയിൻ സ്റ്റിച്ചിനെയാണ് നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 2 എണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലസ്റ്റർ ഫുള്ളാവേ. 1 ഡബിൾ ക്രോഷേ, ഇനി ഒന്നുകൂടെ 2, അങ്ങനെ നമുക്ക് 3 ഡബിൾ ക്രോഷേ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെയിൻ സ്റ്റിച്ച്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഒരു പൂവിൻ്റെ ഒരു ഇതൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മളിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്തത് 3 ഡബിൾ ക്രോഷേ. 1 2 3, എന്നിട്ട് എഗെയിൻ ചെയിൻ സ്റ്റിച്ച്. ഇങ്ങനെ നമ്മൾ 2 എണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 1 2 3, ഇനി ഒരു ചെയിൻ സ്റ്റിച്ച്. ഇനി ഒന്നുകൂടെ 1 2 3, ഒരു ചെയിൻ സ്റ്റിച്ച്. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റിൽ നമ്മുടെ യാണത് നന്നായിട്ട് പുൾ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ
ഇതിൻ്റെ നടുവിലിങ്ങനെ ടൈറ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഈ യാൺ ഇവിടെ 1 2 3 ഈ തേർഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ തേർഡ് ലൂപ്പിൽ നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ യാൺ മാറ്റിയിട്ട് ആഷ് കളർ യൂസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിവിടെ വെച്ച് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യും. കട്ട് ചെയ്യാത്തവർക്ക് ഈ കളറിനെ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 ചെയിൻ സ്റ്റിച്ചിലാണ് ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഇപ്പോൾ കട്ട് ചെയ്യാം. ഇതിവിടെ കട്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ട ഇതിൽ 1 2 3 4 അങ്ങനെ ഒരു 4 ഗ്യാപ്പ് വരുന്ന 4 പോർഷൻസ് ഉണ്ടായിരിക്കും. അതിലൂടെയാണ് നമുക്ക് അടുത്ത വർക്കുകൾ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്ത നമ്മുടെ ആഷ് കളർ യൂസ് ചെയ്യണം. അപ്പോൾ ഈ വൈറ്റ് തന്നെ യൂസ് ചെയ്യുന്നവർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ ഈ യാണിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുക. അതായത് 3 ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് പകരം ഇപ്പോൾ പുതിയ യാൺ യൂസ് ചെയ്തതുകൊണ്ട് ഇനിയിപ്പം ഈ യാൺ കണക്ട് ചെയ്യണം. അതൊരു വലിയ ചടങ്ങാണ് എനിക്ക്, പക്ഷെ ചെയ്യാതെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ യാൺ കണക്ട് ചെയ്യണത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ആദ്യം ഇവിടെ ഒരു മാജിക് നോട്ട് ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിനെടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെയല്ലേ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൂപ്പിലാണ് നമ്മുടെ ഈ ശരിക്കും ഈ ക്ലസ്റ്റർ ഫസ്റ്റത്തത് വരെ ഈ ലൂപ്പിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലൂടെ ഈ യാൺ കണക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ യാണിൻ്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഈ വൈറ്റ് എൻഡ് പോയിന്റും ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലൂടെ എടുത്തിട്ട് ഇവിടെ ഒരു നോട്ടിട്ട് അത് കണക്റ്റാക്കി വെക്കും. അതായത് ഇപ്പോൾ അതവിടെ കണക്റ്റായി, ഇനി അത് പോവില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സാധാരണ ഇനി ചെയ്യാൻ പോകുന്ന പോലെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇതുതന്നെയാണ് നമ്മൾ വൈറ്റ് യാണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? വൈറ്റ് യാൺ നമ്മൾ മാറ്റാതെ ആ സെയിം യാൺ വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ കളർ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ 2 ഡബിൾ ക്രോഷേ കൂടെ ഈ ലൂപ്പിൽ തന്നെ ചെയ്യാം. 1 2 2 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ 2 യാണും കൂട്ടി പിടിക്കുന്ന എന്താ വെച്ചാൽ ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഞാൻ ഇത് ചെയ്യുന്ന അത്രയും വർക്കിൽ ഈ യാൺ എത്രത്തോളം ഉണ്ട് അത്രയും മാക്സിമം ഞാൻ യൂസ് ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അടുത്ത ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഈ 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ലൂപ്പിലേക്ക് പോവാണ്. അത് വരുന്നത് ഇവിടെയാണ് അടുത്ത ക്ലസ്റ്റർ വരിക. അപ്പോൾ അത് നമ്മളിതാ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളിവിടെ ഡബിൾ ക്രോഷേ ചെയ്യണം. 1 2
3 മൂന്നാമത്തത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷേ. 1 2 3 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി ഇതന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഈ ഒരു ഓപ്പണിങ്ങില്ലേ അവിടെ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷേ 3 പ്രാവശ്യം ചെയ്യുക. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ. അവിടേക്ക് നമ്മൾ ഇനിയൊരു 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മൂന്നാമത്തെ ലൂപ്പിൽ കണക്ട് ചെയ്യുക. 1 2 3 മുകളിലുള്ള ഈ ലൂപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ എഗെയിൻ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതും ഇവിടെ കട്ട് ചെയ്യണം. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് പോവാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അടുത്ത റൗണ്ടിലും ചെയ്യുന്നത്. ഇതേപോലെ ഇവിടുന്ന് ഈ കോർണറിലാണ് ഇപ്പം നമ്മൾ നിർത്തിയിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഫസ്റ്റ് തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി നമ്മുടെ ഹുക്ക് ഇതിലൂടെ ഈ കോർണറിലൂടെ കടത്തിയതിന് ശേഷം ഈ കോർണറിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ സെൻറ്ററിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഈ കോർണറിലുണ്ട്, ഇവിടെ സെൻറ്ററിലുണ്ട്. ഇങ്ങനെ നമുക്ക് 4 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ടൈറ്റാക്കും. എന്നിട്ട് നമ്മൾ ഈ യാണും കണക്ട് ചെയ്ത് പിടിക്കും. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള 2 ചെറിയ യാണുകൾ കണക്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ ഉള്ളിലൂടെ എടുത്ത് ഇവിടെ ടൈറ്റ് ചെയ്യും. ഓക്കെ, നമ്മളവിടെ ടൈറ്റാക്കി വെച്ചു. ഇനി 3 ഡബിൾ ക്രോഷേ. 1 2 3. ഇനി 3 ഡബിൾ ക്രോഷേ അല്ല, 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതൊരു ഡബിൾ ക്രോഷേക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇനി 2 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യാണ്. 1 2. ഇനി അടുത്തത് ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ. അത് നമ്മൾ ചെയ്യാം ഈ സെൻട്രൽ പോർഷനിലാണ്. അതായത് ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട്, ഈ ലൂപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതൊരു ഡബിൾ ക്രോഷേ ആണ്. 1 2 3. ഇനി അടുത്തത് ഇവിടെ, അതായത് ഈ കോർണറിൽ ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ അഗെയിൻ 3 ഡബിൾ ക്രോഷേ. 1 2 3. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ അഗെയിൻ
1 2 3. ഇനി അടുത്തത് 3 ഡബിൾ ക്രോഷേ. 1 2 3. ഇനി വീണ്ടും നമ്മൾ കോർണറിലേക്ക് എത്തുകയാണ്. അപ്പോൾ 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ സ്റ്റിച്ച്, അഗെയിൻ 3 ഡബിൾ ക്രോഷേ. 1 2 3. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്, 1 sorry 1 2 3. ഇനി അടുത്ത പോർഷനിൽ 3 ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയാം. ഇതൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എനിക്ക് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. One, 2, 3. ഇനി നമ്മുടെ കോർണറാണ്, ലാസ്റ്റ് കോർണറാണിത്. ലാസ്റ്റ് കോർണറല്ല, ലാസ്റ്റ് മുന്നുള്ള കോർണർ. 1 എന്തോ പ്രശ്നമുണ്ട്. ഗമ്മ വെച്ചിട്ട് ഒട്ടിപ്പോയിരിക്കുന്നതാ. 1 2 3. ഇനി നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് ഈ റൗണ്ടിലെ. അത് നമ്മളെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി ഒരു 3 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ചിടെ അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 1 2 3. പിന്നെ ഒരു ഒരു ചെയിൻ സ്റ്റിച്ച്. എന്നിട്ട് നമ്മൾ ഇതിൽ തേർഡ് ലൂപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിൽ ഈ തേർഡിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അങ്ങനെ നമ്മുടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയ്യോ എന്ന് പറയുന്നില്ലേ, അങ്ങനെ നമ്മുടെ ഇയർ പോഡിൻ്റെ ഫസ്റ്റ് പോർഷൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹുക്ക് കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കാനുണ്ട്. അതിന് നമ്മളിപ്പം സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഈ മുകൾ ഭാഗത്ത് മാത്രം സിംഗിൾ ക്രോഷേ ചെയ്യാണ്. അപ്പം ഞാൻ ഈ യാൺ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം അത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിലല്ല, അടുത്തത് ഇതവിടെ, അടുത്ത നമ്മൾ ഈ ലൂപ്പിലാണ് ഇപ്പം നമ്മളുള്ളത്, ഈ ഫസ്റ്റ് ലൂപ്പിലുള്ളത്. അടുത്ത ലൂപ്പ് മുതൽ നമ്മൾ ഇങ്ങനെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഞാൻ എത്ര കറക്റ്റാക്കി വെച്ചിട്ട് ശരിയാവുന്നില്ല. ഈ അടുത്ത ലൂപ്പ് മുതൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്ത് തുടങ്ങും. അപ്പോൾ സിംഗിൾ ക്രോഷേ ജസ്റ്റ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ബാക്കിലുള്ള ലൂപ്പ് കണക്ട് ചെയ്തിട്ട് അത് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ 1 2 3 4
അപ്പോൾ നമ്മൾ ഈക്വലാക്കിയിട്ട് വേണം ചെയ്യാൻ. എൻ്റെ എവിടെ വരുന്നത് 1 2 3. അപ്പോൾ അടുത്തത് നമുക്കൊരു 5 ചെയിൻ ഉണ്ടാക്കാം. 1 2 3 4 5 ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു ലൂപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ലൂപ്പിൽ അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇത് നോക്കട്ടെ, വല്ലാണ്ട് വലിയ ലൂപ്പാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര വലിയ ഗ്യാപ്പ് വേണ്ട, ഇത്ര വേണ്ടി വരും അല്ലേ? ഒരു യാൺ നമുക്ക് ഇതാക്കണമെങ്കിൽ ഇത്രയും ഗ്യാപ്പ് വേണ്ടേ? ഓക്കെ, ഇനി നമ്മളപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ലാസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിന് പകരം നമുക്കവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാമല്ലോ. അല്ല, ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഒന്നും കൂടെ ഉണ്ട്. ലാസ്റ്റ് പോർഷൻ ഇവിടെയാണ്, അവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് അല്ല, ഇനി ഇത് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വലിക്കാം അത്. ഓക്കെ, ഫുൾ സെറ്റ്. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ഇതേപോലെ ഒരു പോർഷനും കൂടെ ഉണ്ടാക്കണം. അതിൽ വേറെ ഒരു ചേഞ്ചും ഇല്ല, എല്ലാം ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആകെ ഒരു ചേഞ്ച് വരുന്നത് ഇവിടെ വരുന്ന ഈ ഒരു സിംഗിൾ ക്രോഷയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ യാൺ നമുക്ക് സൂ ചെയ്ത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് അടുത്ത പോർഷൻ ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി നമ്മളിത് ഉള്ളിലേക്ക് കാണാത്ത രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ ഔട്ടർ പോർഷൻ വരുന്നത് ഈ നല്ല ഭംഗിയുള്ള ഈ ഭാഗമാണ്. ഈ ഭാഗം നമ്മളെപ്പോഴും ഉള്ളിലേക്കല്ലേ ആക്കുക. അപ്പം നമ്മളിതൊക്കെ ഈ ഒരു ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഉള്ളിലേക്ക് തുന്നി വയ്ക്കാം. ഇങ്ങനെ ഞാൻ ടൈറ്റായി നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ നൂല് അവിടെ കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ. അപ്പം നമ്മളതിങ്ങനെ ഉള്ളിലേക്ക് ഇതിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കും. ഇത്ര മതി. ഇനി നമുക്ക് ഈ ഒരു യാണും കൂടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഞാനിങ്ങനെ മാക്സിമം ഇങ്ങനെ റൗണ്ടിൽ ചെയ്യും. എന്നിട്ട് പിന്നെ അവിടുന്ന് ചില സമയത്ത് ഞാൻ അവിടുന്ന് തിരിച്ചിങ്ങോട്ടും തുന്നി വയ്ക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ തീരെ അഴിഞ്ഞു പോരില്ല. പക്ഷേ ഇതല്ലെങ്കിലും അഴിയില്ല, ഈ ഭാഗമൊന്നും ഒരിക്കലും അഴിയില്ല. ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ല, ഇവിടെ ഭയങ്കര ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. വെറുതെ ഇവിടെ ഒരു ഹോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്കാക്കി വെക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നല്ല വൃത്തിയിൽ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.